ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ ടൊമാറ്റോ സോസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പയിലേക്ക് വെച്ച് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ 2 തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിയുമ്പം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. തിളച്ച വെള്ളത്തിൽ എന്തിനാ തക്കാളി ഇടുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. അതിൻ്റെ സ്കിൻ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ തക്കാളിയുടെ തൊലി എടുത്ത് കളയണം. ഇതുപോലെ തൊലി എടുത്ത് കളയുമ്പോൾ ഇതുപോലെ കിട്ടും. തക്കാളി എല്ലാം കൂടെ പീസാക്കിയിട്ട് നമുക്ക് ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. അരച്ച ജ്യൂസ് വെച്ച് വേണം ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ അരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനായിട്ട് ഒരു പാൻ അടുപ്പേ വെച്ച് ചൂടായതിന് ശേഷം തക്കാളി ജ്യൂസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ ചേർത്ത് കലക്കിയതാണ്, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1/4 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് അതും ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടി 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി ഒന്ന് വെള്ളമൊക്കെ വറ്റി അങ്ങ് വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പമായില്ലേ! ഇതേപോലെ ടൊമാറ്റോ സോസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തിനാണ് വെറുതെ കാശ് കളഞ്ഞ് പുറത്തുനിന്ന് മേടിക്കുന്നത്? വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. സപ്പോർട്ട് ചെയ്യുക. താങ്ക്